ഇത്തരം കോഴ്സസ് എല്ലാം തന്നെ ദീസ് ആർ നോട്ട് യുവർ ചോയ്സസ്. ഇത് നിങ്ങളുടെ ചോയ്സസ് അല്ല, കോംപ്രമൈസ് ആണ്. നിങ്ങൾ എൻട്രൻസ് എഴുതിയത് MBBS വേണ്ടിയിട്ടാണ്, അത് കിട്ടാതിരുന്നപ്പോൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാണ് ഏതെങ്കിലും എടുത്തിട്ട്. സോ ദിസ് ഈസ് ദ റിയാലിറ്റി. ഞാനതൊരു റിയാലിറ്റി ടോക്കായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻഡ് ഇറ്റ് ഈസ് യുവർ ചോയ്സ്. അപ്പോൾ ബെറ്റർ നിങ്ങൾക്ക് MBBS തന്നെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് റിപ്പീറ്റ്. നമുക്ക് റിപ്പീറ്റിനെ കുറിച്ച് ആലോചിക്കാം. അല്ല എങ്കിൽ നല്ലവണ്ണം ആലോചിച്ച് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നല്ല രീതിക്ക് റിസർച്ച് നടത്തുക. നമ്മുടെ നാട്ടിലെ അവിടെ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചിട്ടോ, കുടുംബത്തിലെ, ഞാൻ പലപ്പോഴും കണ്ടിട്ട് കുടുംബത്തിലെ ഏതൊരാൾ ഞാനൊരു ഹോമിയോ കാണിച്ചു, ഇന്ന രോഗം മാറി, അതുകൊണ്ട് നീ അത് എടുത്തോ എന്നൊക്കെ പറയുന്ന കേസ് ഉണ്ടാവും. പ്ലീസ് ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. നമുക്ക് ശാസ്ത്രം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളുടെ അനുഭവത്തെ ബന്ധിപ്പിച്ചിട്ടുള്ളൊരു കാര്യമല്ല. അത് കൃത്യമായ പഠനങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ഒരു ബയാസും ഇല്ലാത്ത റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയലുകളിലൊക്കെ നടന്നിട്ട് മാത്രം തെളിയിക്കപ്പെടുകയും അതിനനുസരിച്ച് മാത്രം പ്രാക്ടീസ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ഒരു സംവിധാനമാണ്. അല്ല എങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒരു എത്തിക്കൽ പ്രാക്ടീസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റൂല എന്നുള്ള ഒരു റിയാലിറ്റി അവിടെ